കോഴിക്കോട് വടകര റീച്ചിലെ വർക്കുകളൊക്കെ കഴിഞ്ഞില്ലെങ്കിൽ എന്താ നമ്മുടെ ടോൾ ഗേറ്റിൻ്റെ മുക്കാളിയുള്ള ടോൾ ഗേറ്റിൻ്റെ വർക്കൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ വടകര റീച്ചിലെ അഴിയൂർ മുതൽ മാഹി ബൈപ്പാസ് തുടങ്ങുന്ന ഇടം മുതൽ വടകര ഭാഗത്തേക്കുള്ള വർക്കിൻ്റെ കാഴ്ചകളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ വാഗഡ് എന്ന കമ്പനിയാണ് ഈ റീച്ചിലെ വർക്കുകളൊക്കെ ഏറ്റെടുത്തിരിക്കുന്നത്. ആ കമ്പനിയുടെ വർക്കിൽ ഈ പ്ലെയിൻ ഏരിയകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഏരിയകളൊക്കെ ആറുവരിപ്പാതിൻ്റെ വർക്ക് കഴിഞ്ഞ കാഴ്ച പലയിടത്തും കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ഈ അഴിയൂർ ഇവർ സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് ഇവിടെ കുറച്ച് ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തുള്ള ആറുവരിപ്പാതയുടെ ടാറിംഗ് ഒക്കെ കഴിഞ്ഞതാണ്. നമ്മുടെ കുഞ്ഞിപ്പള്ളി ഭാഗത്ത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള റോഡിൻ്റെ വർക്കുകളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ സർവീസ് റോഡിൻ്റെ കാഴ്ചകൾ എന്താണെന്ന് വെച്ചാൽ സർവീസ് റോഡ് ഓക്കെയാണ്. ഡ്രെയിനേജ് വർക്ക്, സർവീസ് റോഡൊക്കെ ഈ ഭാഗത്തൊക്കെ ഓക്കെയാണ്. ഇനി ഇവിടെ ആ ലോറിയൊക്കെ നിർത്തിയിട്ട ഭാഗത്ത് ആറുവരിപ്പാതൻ്റെ വർക്ക് കുറച്ചൊന്ന് ഒരു ഫിനിഷ് വർക്കൊക്കെ നടക്കാനുണ്ട്. അപ്പം നമ്മുടെ അഴിയൂർ സ്റ്റാർട്ടിങ് ഏരിയയിലുള്ള വർക്കുകളൊക്കെ ഓക്കെ കേട്ടോ. പല ഭാഗത്തും നമ്മൾ വർക്ക് നടക്കണമെന്ന് തോന്നുന്ന ഏരിയയിലൊക്കെ പണിക്കാരില്ലാത്ത കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. ഏതായാലും ഇങ്ങനെയുള്ള പാച്ച് വർക്കുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. നമ്മുടെ വാഗഡ് ഒന്നും കൂടി ഉഷാറാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. അതായത് നമ്മുടെ 18 കിലോമീറ്ററുള്ള മാഹി ബൈപ്പാസ് അത് അടിപൊളിയാണ്. അതൊരു കൊല്ലത്തിലും മേലെയായി ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ടോളും വാങ്ങുന്നുണ്ട് കേട്ടോ. 60 കിലോമീറ്റർ വിട്ടിട്ടാണ് ടോളുകളൊക്കെ വരുന്നത്. അങ്ങനെ 10 ടോളുകൾ നമ്മുടെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം എത്തുന്നതിന് മുമ്പ് 10 ടോളുകൾ പൈസ കൊടുത്ത് അങ്ങനെ പോകണം കേട്ടോ. അപ്പോൾ ഇനി ബാക്കി നമുക്ക് അങ്ങോട്ടുള്ള വർക്കിൻ്റെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ഇതുവരെ എത്തും ഏകദേശം 13 മിനിറ്റുള്ള വീഡിയോകളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതുവരെ എത്തും അവിടെ വെച്ച് അവസാനിപ്പിച്ച് അടുത്ത വീഡിയോ നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങാം കേട്ടോ. ഓക്കെ, നമ്മുടെ ഈ കുഞ്ഞിപ്പള്ളിയുടെ ഭാഗത്ത് ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അവിടെ നമ്മുടെ കൂത്തുപറമ്പിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും ആറുവരിപ്പാത മൊത്തം കഴിഞ്ഞതാട്ടോ. ഇതിൻ്റെ മുകളിൽ കൂടിയൊക്കെ വാഹനങ്ങൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താ കുഞ്ഞിപ്പള്ളി ഭാഗത്തുള്ള ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ അവിടെ ഒഴിവായിട്ടുണ്ട്. ലോങ്ങിൽ നിന്ന് വരുന്ന വാഹനങ്ങളൊന്നും ഇപ്പോൾ ജംഗ്ഷനിലേക്ക് ഇറങ്ങാഞ്ഞാൽ അത്രയും തിരക്ക് കഴിഞ്ഞല്ലോ. അതാ കാണുന്നത് നമ്മുടെ മുക്കാളി ടോൾ ഗേറ്റിൻ്റെ ഭാഗങ്ങൾ. അതേതായാലും ഉഷാറായിട്ട് അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ നല്ല പണിക്കാരെയും കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ടോൾ ഗേറ്റിൻ്റെ അടുത്ത് വർക്കൊക്കെ എത്രത്തോളമായി നോക്കാം. അങ്ങനെ നമ്മൾ ടോൾ ഗേറ്റിൻ്റെ അടുത്തേക്ക് എത്തി. നമ്മൾ കണ്ണൂർ ഭാഗത്തു നിന്ന് വരുന്ന ആ ടോള്, രണ്ട് ടോളും അപ്പുറം ഇപ്പുറം മാറിയിട്ടാണ് വരുന്നത്, ഒരേ ഭാഗത്തല്ല. ഇവിടെയാണ് ഇതിലേക്കുള്ള ബിൽഡിങ്, അതായത് റെസ്റ്റ് റൂം, ബാത്റൂം, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഈ ടോളിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ആ ടോളിൻ്റെ മുകൾ ഭാഗത്ത് കൂടി ആ ബിൽഡിങ്ങിലേക്ക് പോകാനുള്ള സ്റ്റെപ്പും ഒരു പാസേജൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞ അടിഭാഗത്തുള്ള കോൺക്രീറ്റും ബാക്കി എക്സ്ട്രാ ഫിറ്റിങ്ങുകളൊക്കെ അവിടെ ചെയ്തു വെച്ച കാര്യങ്ങൾ, സെൻസർ ഫിറ്റിങ്ങുകൾ അതൊക്കെ ചെയ്തു വെച്ചത് കാണാം. ക്രാഷ് ബാരിയർ ഒക്കെ അതൊക്കെ നല്ല വളഞ്ഞിട്ടാണ് അവിടെ വരുന്നത്. ആ റോഡിൻ്റെ ഘടനക്കനുസരിച്ചായിരിക്കില്ല. ഏതായാലും ഇവിടെയൊക്കെ കുറച്ച് വീതി കൂടും കേട്ടോ. നമ്മുടെ ടോൾ ഗേറ്റിൻ്റെ അടുത്ത് സർവീസ് റോഡ് എങ്ങനെയാണെന്നുള്ളത്, സർവീസ് റോഡ് ടോൾ ഗേറ്റിൻ്റെ അടുത്ത് സാധാരണ കൊടുക്കാറില്ല. ഇവിടെ അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. സർവീസ് റോഡ് കൊടുത്താൽ പോയില്ലേ, പൈസ ഇട്ടില്ലല്ലോ. ആ ഭാഗത്ത് അതുപോലെ ടോൾ ഗേറ്റിന് മുകൾ ഭാഗം നല്ല സ്റ്റൈലുണ്ടല്ലോ. ഈ ഭാഗത്തെ ടോൾ ഗേറ്റിൻ്റെ മുകൾ ഭാഗം ഉണ്ടോ, സാധാ ഷീറ്റൊക്കെ ഇട്ടിട്ടോ. പക്ഷേ ആ ഷീറ്റിന് ആ ഒരു സെറ്റപ്പ് അപാര ഇൻട്രസ്റ്റിൽ വർക്കാണ്. നല്ല ഡിസൈനിൽ ഒരുപാട് പാടുപെട്ടിട്ടുണ്ടാവില്ല. അതൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അതിൽ നല്ല കുറച്ച് മണ്ണുകളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പണിയെടുക്കേണ്ട ആവശ്യമുണ്ടോ. ഏതായാലും നല്ല ഹരമുണ്ട് കാണാൻ. ഇവിടെ അതുപോലെ ബാത്റൂം സെറ്റപ്പ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നില്ല. ഇവിടെ ഇനി വേറെ ബിൽഡിങ് വരാനുണ്ടാവും. ഇവിടെയും അവിടെ കണ്ടതുപോലെ എല്ലാ എക്സ്ട്രാ ഫിറ്റിങ്ങുകളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. സെൻസർ പോലുള്ള കാര്യങ്ങളും പിന്നെ നമ്മുടെ സ്റ്റോപ്പർ സ്റ്റിക്ക് അതൊക്കെ ഉണ്ടല്ലോ, വണ്ടി വരുമ്പോൾ നിർത്താനുള്ള താന്ന് വരുന്ന, അതിൻ്റെ പേരെന്താണ്. ഏതായാലും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്.
ഇനി പ്രത്യേകിച്ച് ഈ ഭാഗത്തുള്ള ക്രാഷ് ബാരിയറിൻ്റെ ഡിവൈഡറിൻ്റെ വർക്കുകളൊക്കെ ആണുള്ളത്. അതിൻ്റെ വർക്ക് അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നേരെ നമുക്ക് ആറുവരിപ്പാതയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു സെറ്റപ്പിൽ തന്നെ ഇവിടുത്തെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മുക്കാളി ടൗണ്, ഇവിടേക്ക് ചോമ്പാൽ എന്ന് പറയുമോ, രണ്ട് പേര് ഇവിടെ കാണുന്നുണ്ട്. ചോമ്പാൽ ഫിഷ്, അതുപോലെ മുക്കാളി എന്നും കാണുന്നുണ്ട്. ഏതായാലും ഇവിടെയുള്ള വർക്കുകൾ ഇത്ര ഏരിയ ആറുവരിപ്പാതൊക്കെ സെറ്റാണ്. നമ്മുടെ സർവീസ് റോഡ് ഓക്കെയാണ്. ഫൈനൽ ടാറിങ് ചെയ്യാണ്ട് കേട്ടോ. ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞാണ്. ആ ഭാഗത്ത് അതുപോലെ തന്നെ കേട്ടോ, സെയിം ടാറിങ് ഒക്കെ കഴിഞ്ഞു. ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞാൽ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. അവിടുന്ന് അങ്ങോട്ട് അത് മുക്കാളി കഴിഞ്ഞ ടൗൺ കഴിഞ്ഞ ആ ഭാഗം തന്നെ കാര്യമായിട്ടുള്ളൊരു വർക്ക് നടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ എന്തോ ഒരു ചെറിയൊരു സമരപ്പന്തലൊക്കെ ഉണ്ടോയെന്ന് സംശയമുണ്ട് കേട്ടോ. ക്കാനുള്ള ഒരു ഏരിയ കേട്ടോ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു സമരപ്പന്തലൊക്കെ ഉണ്ട് കേട്ടോ. അതായത് മീത്തലെ മുക്കാളിയിൽ അടിപ്പാത അനുവദിക്കുക, ഹാർബറിൻ്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ. യെസ്, ഈ ഭാഗത്തേക്ക് ഹാർബർ വരുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയൊക്കെ ആണെന്നുണ്ട്. ഇവിടെ ഒരു അണ്ടർ പാസ് കൊടുക്കുകയൊക്കെ ചെയ്യട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ചൊന്ന് ഉയരം കൂടുന്നുള്ളൂ, കുഴപ്പമില്ല. ഏതായാലും ഇവിടെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അധികൃതർ ഇത് ഒന്ന് സംഭവം ഒന്ന് ഉഷാറായിട്ട് കൈകാര്യം ചെയ്താൽ ഈ ഭാഗത്തേക്കുള്ളതും സംഭവം നമ്മുടെ കേരളത്തിൽ അണ്ടർപാസ് ഓവർപാസൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്. മറ്റുള്ള നോർത്ത് ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളെപ്പോലെ അല്ല കേട്ടോ നമ്മുടെ കേരളം എന്നുള്ളത്. ഇതിൻ്റെ ഓഫീസർമാരും ബാക്കിയുള്ളവരൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. പക്ഷേ പല ഭാഗത്തും ഇല്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മുടെ കോഴിക്കോട് ഭാഗത്ത് തന്നെ പല ഭാഗത്തും ആളുകളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ബ്ലോക്കുകളും സർവീസ് റോഡിലൊക്കെ അണ്ടർപാസും ഓവർപാസൊക്കെ കൊടുക്കൽ നിർബന്ധം തന്നെയാണ്. നമ്മളിപ്പം ആദ്യമൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതൊന്നും അങ്ങനായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ. പക്ഷേ വാഹനങ്ങളൊക്കെ ഓടി തുടങ്ങുമ്പോൾ അവിടെ കാര്യങ്ങളുടെ കിടപ്പ് കാര്യമായിട്ട് മനസ്സിലാകുന്നത്. ഇവിടെയാണ് ഈ ഭാഗത്ത് സൈഡ് വാളിൻ്റെ വർക്ക് ഏകദേശം പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തൊട്ടടുത്ത് ഈ ഭാഗത്ത് കൂടി കേട്ടോ സൈഡ് വാളിൻ്റെ വർക്ക് ഇങ്ങനെ നടക്കാനുള്ളത്. അതൊക്കെ അതാ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ നല്ല ഉഷാർ കോൺക്രീറ്റ് കേട്ടോ. ഇവിടെയാണ് മണ്ണൊക്കെ ഇടിഞ്ഞു പോയത്. ഷോർട്ട് ട്രീറ്റിൻ്റെ വർക്ക് ആ ഭാഗത്തൊക്കെ ഉണ്ടോ, ആ ഭാഗത്തൊക്കെ ഇടിഞ്ഞ് ഒരു കാഴ്ച കാണുന്നുണ്ടോ. അതൊക്കെ ഷോർട്ട് ട്രീറ്റ് വർക്ക് ചെയ്തതിന് ശേഷം ഇടിഞ്ഞു പോയതാട്ടോ. നല്ല ലൂസ് ചീടിമണ്ണാണ് ഇവിടെയൊക്കെ. അതൊക്കെ ഒരു ആദ്യമേ കണ്ടറിഞ്ഞ് എടുക്കേണ്ടതായിരുന്നു വർക്കുകളൊക്കെ. ഏതായാലും ഇവിടെ ഇപ്പം നല്ലൊരു കോൺക്രീറ്റ് വാൾ വരുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഏകദേശം 25 അടി 30 അടിയോളം ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ കോൺക്രീറ്റ് വാളിനൊക്കെ. അപ്പോൾ നമ്മുടെ സർവീസ് റോഡ് അതിൻ്റെ മുകളിൽ കൂടെയാണ് കയറി ഇറങ്ങി പോകേണ്ടി വരും അല്ലേ. സർവീസ് റോഡ് ഇനി ഉള്ളിൽ കൂടി ഉണ്ടാകുമോ? അത്യാവശ്യം വീതി കാണുന്നുണ്ടല്ലോ. സർവീസ് റോഡ് ഇനി ഇതിൻ്റെ അടിയിൽ കൂടി തന്നെ ഉണ്ടാകുമോ? ഏതായാലും നമുക്ക് കാണാം. സർവീസ് റോഡ് മുകളിൽ കൂടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നല്ലൊരു കയറ്റൊക്കെ കയറി അങ്ങനെ ഇറങ്ങി അങ്ങനെ പോകട്ടോ. അതുപോലെ കണ്ണൂക്കര ഭാഗത്തും നമ്മുടെ ആറുവരിപ്പാതൻ്റെ വർക്ക് ഏകദേശം ഒരു ടാറിങ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ. അത് നമ്മൾ അവിടുന്ന് വീഡിയോ എടുത്ത ഒരു ഏരിയ കേട്ടോ. അവിടെ ഒരു 500 കിലോമീറ്ററോളം ഫുള്ള് വർക്ക് നടക്കാനുള്ളൊരു ഏരിയ ആണ്. നമ്മുടെ സൈഡ് വാളിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞാൽ തന്നെ അതൊക്കെ നടക്കുള്ളൂ. ഈ ഭാഗത്തുള്ള സർവീസ് റോഡൊക്കെ ഓക്കെയാണ്. പക്ഷേ സെക്കൻഡ് ടാറിങ് കഴിഞ്ഞിട്ടില്ല. ഫസ്റ്റ് ടാറിങ് അവർ പല ഭാഗത്തും ചെയ്തു വെച്ചിട്ടുണ്ട്. അതെന്നെ പൊട്ടിപ്പൊളിഞ്ഞ് പണ്ടാരടങ്ങി പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളൊക്കെ ഉഷാറായിട്ട് പോകാൻ പറ്റുന്നില്ല കേട്ടോ. കഷ്ടപ്പെട്ടിട്ടാണ് എല്ലാ വാഹനങ്ങളൊക്കെ പോകുന്നത്. പ്രത്യേകിച്ച് മഴക്കാലമായതുകൊണ്ടേ റിസ്ക് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ആറുവരിപ്പാതൊക്കെ ഓക്കെയാണ്. നമ്മുടെ ക്രാഷ് ബാരിയർ നല്ല ഹരമുണ്ടല്ലേ. ഇവിടെ ഒരു അണ്ടർപാസ് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അവിടുന്ന് നമ്മുടെ ഒരു അപ്രോച്ച് റോഡിൻ്റെ വർക്ക്, ഇവിടെ കുറേ ഹൈറ്റൊക്കെ പൊങ്ങാനുള്ളതാണ്. ഇവിടുത്തെ വർക്കൊന്നും ആയിട്ടില്ല. പഴയ ഒരു നമ്മുടെ വടകര ആ ഭാഗത്തുള്ള റോഡാണെന്ന് തോന്നുന്നല്ലേ, സെൻട്രൽ ഭാഗത്തുകൂടി കാണുന്നത്. ഏതായാലും ഞെക്കി ഞെരുങ്ങി വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. കണ്ണൂക്കര കഴിഞ്ഞ് 1 കിലോമീറ്ററോളം അങ്ങോട്ട് പോകുന്നതിന് ശേഷമാണ് ഇവിടെ ഒരു ഉയർന്ന പ്രദേശമായിരുന്നു കേട്ടോ. അവിടെയും നമ്മുടെ സൈഡ് വാള് ഷോർട്ട് ക്രീറ്റ് ചെയ്ത് ഇടിഞ്ഞൊരു ഏരിയ ആയിരുന്നു. അവിടെയും നമ്മുടെ കോൺക്രീറ്റ് ഉഷാറായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ചുവട്ടിലായിട്ട് ഡ്രെയിനേജ് വർക്ക് നടക്കുന്നുണ്ട്. ഇനി ഈ ഭാഗത്തും അതുപോലെ നല്ലൊരു കോൺക്രീറ്റ് വാള് വരേണ്ടതുണ്ട് കേട്ടോ.
ഈ ഭാഗത്ത് അത്രയും ദൂരം നമ്മുടെ കണ്ണൂർക്കരയിൽ നിന്ന് അതുവരെ വരുന്ന ഭാഗമൊക്കെ വർക്ക് കുറേ നടക്കാനുണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് അതാ അങ്ങ് ദൂരെ അതുവരെ വർക്ക് നടക്കാനുള്ള ഒരു ഏരിയയാണ്. അവരുടെ പ്ലെയിൻ ബ്ലോക്കുകളൊക്കെ നിർമ്മിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കുറേ. അത് കഴിഞ്ഞതിന് ശേഷം ഈ ടൗണിൻ്റെ പേരെന്തായിരുന്നു ഒക്കെ നമ്മൾ ഈ മുകൾ ഭാഗത്തുകൂടി പോണതിനെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ ടൗണിൻ്റെ പേര് ഇവിടുന്ന് കാണാൻ പറ്റുന്നില്ല. ഈ അണ്ടർപാസ് ഇവിടെ പകുതിയോളം വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു അണ്ടർപാസ് ആട്ടോ, വലിയ ഹെവി അണ്ടർപാസ് ഒന്നുമല്ല, ചെറിയ തോതിലുള്ള ഒരു അണ്ടർപാസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി വർക്കാണ് കഴിഞ്ഞത്. അവർ ഈ പകുതി മണ്ണിട്ട് അതിൻ്റെ മുകളിൽ കൂടെ വാഹനങ്ങളൊക്കെ പറഞ്ഞയച്ചിട്ടായിരിക്കാം ഇപ്പുറത്ത് തുടങ്ങാമെന്ന് വിചാരിക്കുന്നല്ലേ. ഇവിടെയൊക്കെ കോൺക്രീറ്റ് വാളാണ് കൊടുത്തിട്ട്, സൈഡിൽ കോൺക്രീറ്റ് വാളാട്ടോ കൊടുത്തിരിക്കുന്നത്. ആ ഭാഗത്തു കൂടിയുള്ള സർവീസ് റോഡിൽ കൂടി വാഹനങ്ങളൊന്നും പോകുന്നില്ല, അവിടെ വർക്ക് നടക്കാണ്ട് തോന്നുന്നു. നമ്മളെ മടപ്പള്ളി ഭാഗത്തേക്ക് എത്തുമ്പം വേറൊരു കാഴ്ച ഉണ്ട് കേട്ടോ. ഞാൻ ഈ ഊരാളുകളുടെ വീഡിയോകളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, കാസർഗോഡ് വരെ പോയി ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഓഫീസ് ഇവിടെ അല്ലേ, മടപ്പള്ളി ഭാഗത്ത് ULCCS ലിമിറ്റഡ്. അത് ശരി. ഈ ഭാഗത്തൊക്കെ ടാറിങ്ങുകളൊക്കെ ആറുവരിപ്പാതൻ്റെ ടാറിങ്ങും ക്രാഷ് ബാരിയറിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് ഉഷാറായിട്ടാണ് നല്ല അടിപൊളിയായിട്ട് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. സർവീസ് റോഡ് എങ്ങനെ? സർവീസ് റോഡ് ഓക്കെയാണ്. സർവീസ് റോഡ് ഫൈനൽ ടാറിങ് കഴിഞ്ഞ ഏരിയ എന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്ന കാഴ്ച ഫുള്ള് ടാറിങ് കഴിഞ്ഞു. ഇതുപോലെ ഈ മൊത്തം അങ്ങോട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായാലും അടിപൊളി. കൈനാട്ടിയിലുള്ള കാഴ്ച ഇങ്ങനെ കേട്ടോ. അതൊക്കെ നമ്മുടെ ഊരാളുങ്ങളുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന അതേ റോഡ് ഇവിടെ വന്ന് അങ്ങനെ അത് ഇത്രത്തോളം വന്നിട്ട് അവസാനിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി നല്ലൊരു വർക്ക് നടക്കാനുള്ളൊരു ഏരിയയാണ്. നേരത്തെ കണ്ടത് നമ്മുടെ കൈനാട്ടിൻ്റെ ഒരു വാലാട്ടോ. അതാണ് കൈനാട്ടി ടൗണ്. ഇവിടെ ഒരു അണ്ടർപാസ് ഒരു 3 സ്പാനിൽ അവർ നല്ലൊരു ഏരിയ കണ്ടുവച്ചിട്ടുണ്ട്. ഒരു അണ്ടർപാസ് ഒന്നിൽ മാത്രം നിർത്തിയിട്ടില്ല ഇവിടെ. ഏതായാലും ആ ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക്, അതുപോലെ ഈ ഭാഗത്തേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കുകളൊക്കെ നടക്കാനുള്ള കേട്ടോ. അതായത് സ്റ്റാർട്ടിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്ലെയിൻ ബ്ലോക്ക് തന്നെയാണ് ഇവിടെയും. പ്ലെയിൻ ബ്ലോക്കിൻ്റെ വർക്കുകൾ ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ മണ്ണിട്ട് ഒരുപാട് പൊക്കാനുള്ളതാണ്, ഒരുപാട് മണ്ണുകൾ ആവശ്യമുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ കൈനാട്ടിയുടെ ഈ ഭാഗത്ത് സർവീസ് റോഡിലൊക്കെ നല്ല ബ്ലോക്ക് വരുന്നുണ്ട്. ഏതായാലും സ്നേഹിതന്മാരെ, നമുക്ക് കൈനാട്ടി വെച്ചിട്ട് നമ്മുടെ ഈ വീഡിയോ അവസാനിപ്പിക്കട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യട്ടോ. ഇവിടെ ഒരു ഹോട്ടലുണ്ട് കേട്ടോ, രമ്യ ഹോട്ടൽ. ഇവിടെ ഇതിൻ്റെ പാർക്കിംഗ് ഏരിയ ഇതാണ്. നല്ല ഊണ് കിട്ടുന്നൊരു ഹോട്ടലാണ് കേട്ടോ, പ്രൊമോഷൻ ഒന്നല്ലേ. അപ്പോൾ എനിക്ക് ഏതായാലും ഊണ് കഴിക്കാൻ സമയമായി. അപ്പോൾ ഞാൻ ഏതായാലും ഇനി ഊണ് കഴിച്ചിട്ട് നമുക്ക് അങ്ങനെ യാത്ര തുടരാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.